ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സർവീസിന് സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് ഫോണിൽ കാണിക്കുന്നത് കേട്ടോ. നോ വീഡിയോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോ വീഡിയോ കാണിക്കുന്നുണ്ട്. നമുക്ക് DVR ഇരിക്കുന്ന പ്ലേസിലൊന്ന് പോകാം. ഇവിടെയാണ് DVR ഇരിക്കുന്നത്. DVRൻ്റെ ലൈറ്റ് ഇവിടെ, ഇത് നീല ലൈറ്റ്. ഈ മോഡൽ എക്യൂഷൻ്റെ DVR ലൈറ്റ് ബോക്സോട് കൂടിയിട്ട് വരുന്ന നീല ലൈറ്റ്. നെറ്റ് വരുന്നുണ്ട്, ലാൻഡ് ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നടുക്കത്തെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പവറിൻ്റെ ലൈറ്റ്. ഓക്കെ, അത് അത്രയും വർക്കിംഗ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ക്യാമറയിലേക്ക് വോൾട്ട് പോകുന്ന ഇതാണ് കേട്ടോ വർക്ക് ചെയ്യാത്തത്. ഇതിനകത്ത് നിറയെ LED ഉണ്ട്, പക്ഷേ അതൊന്നും തെളിയുന്നില്ല, അതിൽ സപ്ലൈ അത് എടുക്കുന്നില്ല. അപ്പോൾ ക്യാമറയിലേക്ക് വോൾട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് ക്യാമറയിൽ നിന്ന് ഓരോ കേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പോസിറ്റീവ്, നെഗറ്റീവ് അങ്ങനെ 8 ക്യാമറ വരെ കണക്ട് ചെയ്യാവുന്ന SMPS ആണിത്. അപ്പോൾ ഈ പോസിറ്റീവ്, നെഗറ്റീവ് അങ്ങനെ തന്നെ അടുത്ത പുതിയ തന്നെ SMPSലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറയിലേക്ക് വോൾട്ട് പോകും. ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വോൾട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് നോ വീഡിയോ കാണിക്കുന്നത്. എന്തായാലും നമുക്കത് മാറ്റിയിട്ട് സ്റ്റാറ്റസിൽ വ്യത്യാസം വരുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് SMPS മാറ്റിയിട്ട് നമ്മൾ ഈ പുതിയ SMPS കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ലൈറ്റെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വോൾട്ട് പോയിട്ടുണ്ട്. ഇനി മൊബൈലിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ക്യാമറ വന്നു, 2 ക്യാമറ, 3-ാമത്തെ വന്നിട്ടില്ല, 4-ാമത്തെ വന്നു. അപ്പോൾ 3-ാമത്തെ ക്യാമറയ്ക്ക് ലൈനിൽ ക്യാമറ സൈഡിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി 3 ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചപ്പോഴത്തേക്കും 3 ഓക്കെ ആയി. ഓക്കെ.